ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. ഗ്ലോ മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് ഫുഡ് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടി ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കിൻ കിട്ടുള്ളൂ. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലോട്ട് വിട്ടുതരാം. നമ്മളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്നിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ പപ്പായ എന്ന് പറഞ്ഞാൽ. പപ്പായ ജ്യൂസായിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ വെറുതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയി നല്ല ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും, നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, നല്ല ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് നല്ല റെസിപ്പീസും അല്ലെങ്കിൽ ഷെയ്ക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അല്ലാതെ വെറുതെ കഴിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇനി കഴിക്കേണ്ട ഫുഡ് പൊമിഗ്രനേറ്റ് ആണ് കേട്ടോ, മാത്രം നാരങ്ങ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ ജ്യൂസായിട്ടോ ഷെയ്ക്കായിട്ടോ അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഇത് നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂടാനായിട്ട്, അതായത് HB ലെവൽ കൂടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ലീഫി വെജിറ്റബിൾസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ബ്രോക്കോളി, കോളിഫ്ലവർ, സ്പിനാച്ച്, ഏത് തരത്തിലുള്ള സ്പിനാച്ച് ആണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ചീരകളുണ്ടാവില്ലേ, അതായത് ഇപ്പോൾ നമ്മുടെ വേലിപ്പക്കിനുള്ള ചീരകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ അവൈലബിൾ ആയിട്ട് എന്താണുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ബ്രോക്കോളിന് തന്നെ വേണം, അതല്ലെങ്കിൽ കോളിഫ്ലവർ തന്നെ വേണമെന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ചീരകളായാലും അത് എന്തായാലും ഭയങ്കര ഗുണമുള്ളതാണ്. അപ്പോൾ അത് കഴിക്കാം. ഇനി നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് കേട്ടോ. നമുക്കറിയാം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഓറഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ഗ്ലോ ആവാനായിട്ട് ഈ ഓറഞ്ച് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓറഞ്ച് ജ്യൂസായിട്ടോ അതല്ലാതെയും നന്നായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇനി നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ആണ് കേട്ടോ. ടൊമാറ്റോ നല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഇനി കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗുവയാണ് കേട്ടോ, പേരക്ക. ഇത് നമ്മളുടെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും മുഖത്തെ കുരുക്കളൊക്കെ പോകാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലീഫിനാണെങ്കിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വരെയുള്ള കഴിവുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അത് നമുക്ക് നാടൻ പേരൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും കുറച്ചും കൂടി നല്ല കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ കഴിക്കുക. സ്കിൻ നന്നായിട്ട് തന്നെ ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പേരക്ക. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫുഡും ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ സാധാരണക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം എപ്പോഴും കഴിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ചീരയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചീര ആയാലും അതൊക്കെ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. ഈ ഒരു ഫുഡ് മാത്രമല്ല കേട്ടോ നോക്കേണ്ടത്. ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ യോഗ ചെയ്യുന്നവരാണ്, അതല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതും നന്നായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്നായിരിക്കും. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.